ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടി നല്ല ക്ഷമയുടെ പാർട്ടിയാണ്. അതിനകത്ത് ഒരുപാട് ജനാധിപത്യം അനുവദിച്ചിട്ടുണ്ടവർ. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ്, പാർട്ടിക്കകത്തുള്ള തെരഞ്ഞെടുപ്പല്ല, അത് കൂടുതൽ നോമിനേഷനാണ്. അല്ലാതെ അവർ സമ്മേളനം നടത്തി തെരഞ്ഞെടുക്കുകയല്ല ചെയ്യുന്നത്. അല്ലാതെ അവർ അഭിപ്രായ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. വല്ലാത്ത അഭിപ്രായ സ്വാതന്ത്ര്യം, ആർക്കും ആരെയും വിമർശിക്കാവുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം. ഈ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ അങ്ങേയറ്റത്തെത്തി നിൽക്കുകയാണ് ശശി തരൂർ. അദ്ദേഹത്തിൻ്റെ ചില പ്രവൃത്തികളെ നമുക്ക് ന്യായീകരിക്കാം, എല്ലാം ന്യായീകരിക്കാൻ പറ്റില്ല. അദ്ദേഹം കോൺഗ്രസ്സിലാണ് നിൽക്കുന്നത്. കോൺഗ്രസിൻ്റെ AICC പ്രവർത്തക സമിതി അംഗമാണ്. അത് അദ്ദേഹം പലപ്പോഴും മറന്നു പോകുന്നു. ഇപ്പോഴയാൾ അടിയന്തരാവസ്ഥയ്ക്കെതിരെ ലേഖനം എഴുതി. രാജീവ് ഗാന്ധിയുടെയും സഞ്ജയ് ഗാന്ധിയെയും കുറിച്ച് മോശപ്പെടുത്തിക്കൊണ്ട് ലേഖനം എഴുതി. എന്നിട്ട് ആ ലേഖനത്തിൽ ഇപ്പോഴാണ് ജനാധിപത്യം പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നു. സ്വാഭാവികമായിട്ട് നിങ്ങളൊരു പൊളിറ്റിക്കൽ ലീഡർ ആവണ്ടേ? താങ്കളൊരു പൊളിറ്റിക്കൽ ലീഡർ അല്ല. പലപ്പോഴും കോൺഗ്രസ് ആയതുകൊണ്ട് മാത്രമാണ് ഇത് പറ്റുന്നത്. ഇന്ത്യ എന്ന് പറയുന്ന സംവിധാനത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിക്കകത്ത് ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നിൽക്കാൻ പറ്റുന്നത്. BJPയിലാണെങ്കിലോ CPMലായിരുന്നെങ്കിൽ ഇതിനകം തന്നെ താങ്കൾ എത്ര ഉന്നതനായാലും പുറത്തു പോയനെ. അപ്പോൾ അതുകൂടി ശശി തരൂർ വിലയിരുത്തുക. താങ്കൾക്ക് തീർച്ചയായിട്ടും മോഡി ഗവൺമെൻറ് തരുന്ന ഏത് പദവിയിലേക്കും പോകാം. മന്ത്രിയാകാം, പ്രസിഡൻ്റാകാം, ഗവർണറാകാം, വൈസ് പ്രസിഡൻ്റാകാം, വിദേശ രാജ്യങ്ങളിലേക്ക് ഷെർപ്പ പോസ്റ്റ് തരുന്നു, ഏത് പോസ്റ്റിലേക്കും പോകാം താങ്കൾക്ക്. പക്ഷേ ഇവിടെ നിന്ന് ഒരു കാലം ഒരിടത്ത് വെച്ച്, മനസ്സൊരിടത്തും വെച്ച്, ശരീരം ഒരിടത്തും വെച്ച് നിൽക്കുമ്പോൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വരുന്ന പ്രവർത്തകരുടെ വികാരം, അതാണ് പ്രധാനം. ബാക്കിയുള്ളവരെ കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്. നേതാക്കൾ പലരും ഇങ്ങനെയാണ്, അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി രാഷ്ട്രീയം കളിച്ചൊക്കെ നിൽക്കും. ഇപ്പോഴും നിങ്ങളെ തള്ളിപ്പറയുന്നില്ല. സതീശനോടൊക്കെ ചോദിക്കുമ്പോൾ അത് AICC തീരുമാനിക്കട്ടെ, ഞാൻ ചെറിയ നേതാവാണ്, അദ്ദേഹം വലിയ നേതാവാണെന്ന് പറയുന്നു. താങ്കൾ ഇതിൻ്റെ ഇടയിൽ മുഖ്യമന്ത്രി ആവാൻ ഒരു ശ്രമം കൂടെ നടത്തിയിട്ടുണ്ട്. അത് താങ്കളുടേതാണ്, താങ്കളുടെ വക ഒരു സ്പോൺസേഡ് സർവേ ആണെന്നൊക്കെ പറഞ്ഞുള്ള വിവാദം ആൾറെഡി വന്നു കഴിഞ്ഞു. കോൺഗ്രസ് ഹാൻഡലികളിൽ നിന്ന് തന്നെ കേരളത്തിലൊരു ഇത് നടക്കുന്നു. മുഖ്യമന്ത്രി അടുത്തത് ആരാകണമെന്നുള്ള ഒരു സർവേ നടത്തിയപ്പോൾ 28% പേർ താങ്കളെ പറഞ്ഞു. ബാക്കി 10-14% ആളുകൾ ഇടതുപക്ഷത്തിനും ഒരു അടിയേറ്റിട്ടുണ്ട്. നമ്മുടെ ശൈലജ ടീച്ചറെ പറയുന്നു. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ പിണറായി വിജയൻ. അതും കഴിഞ്ഞിട്ടാണ് പിന്നെ സതീശനും രമേശ് ചെന്നിത്തലയൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ താങ്കൾ അങ്ങനെ ഒരു സർവേ വന്ന ഉടനെ താങ്കൾ തന്നെ അത് Xൽ പോസ്റ്റ് ചെയ്യുന്നു. അത് മറ്റുള്ള താങ്കളുടെ അനുയായികളെടുത്ത് എല്ലായിടത്തും വിവിധ ഹാൻഡിലുകളിൽ കൊടുക്കുന്നു. Xലും ഫേസ്ബുക്കിലും ട്വിറ്ററിലും വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ അത് വരുന്നു. താങ്കൾക്ക് മുഖ്യമന്ത്രി മോഹം. ഒരു വശത്ത് താങ്കൾക്ക് മുഖ്യമന്ത്രി മോഹം, ഒരു വശത്ത് കേന്ദ്രത്തിലെ മോഹം, മറുവശത്ത് BJPയിലേക്കുള്ള മോഹം. എന്താണ് മാഷേ സംഭവിക്കുന്നത്? താങ്കൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി മോഡിക്ക് വേണ്ടി ഇങ്ങനെ വർത്തമാനം പറയുന്നു. അതേസമയം നിങ്ങൾ കേരള മുഖ്യമന്ത്രിയാകാൻ നോക്കുന്നു. നിങ്ങൾ കേരള മുഖ്യമന്ത്രിയാകാൻ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രവർത്തിക്കൂ. വിദേശ രാജ്യങ്ങളിലെല്ലാം കറങ്ങിപ്പോയി ഇവിടുത്തെ സതീശനും രമേശ് ചെന്നിത്തലയും മുരളീധരനും അതുപോലെ തന്നെ ചന്നി ജോസഫും കെ സുധാകരനും കിടന്ന അടിയും വഴക്കും വട്ടാകാശവും ഒക്കെ ഉണ്ടാക്കി വലിയ ബഹളം ഉണ്ടാക്കി. യൂത്ത് കോൺഗ്രസിനെയും KSUവിനെയും എല്ലാവരും സമരമൊക്കെ ചെയ്ത് വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പുകളൊക്കെ ജയിച്ച് ഫീൽഡിൽ നിന്ന് എല്ലാ വർക്കും ചെയ്ത് കയറി വരുമ്പോൾ കേക്ക് അടിച്ചുകൊണ്ട് പോകാൻ നിങ്ങൾ വന്നാൽ അവർ വിടുമോ? എന്താണ് ശശി തരൂർജി നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾക്കിവിടെ ഇങ്ങനെ നിങ്ങൾക്ക് ഇപ്പോഴും സർവേ ഒക്കെ നടത്തിയാൽ നിങ്ങളുടെ പേര് മുന്നിൽ വരും. ജനങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമാണ്, ശരിയാണ്. നിങ്ങളുടെ കരിസ്മാറ്റിസവും നിങ്ങളുടെ ഈ ഒരു ഭാഷാ പ്രാവീണ്യവും നിങ്ങളുടെ UN-ലിരുന്ന പദവിയും പിന്നെ നിങ്ങളുടെ ഒരു പ്രസംഗവും ഇതെല്ലാം ആളുകൾക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് അവർ വോട്ട് കൂടുതൽ ചെയ്യും താങ്കളെപ്പോൾ ഒരാൾ മുഖ്യമന്ത്രി ആവട്ടെ എന്ന്. പക്ഷേ താങ്കൾ അതിനുള്ള ഗ്രഹപാഠം ചെയ്യണ്ടേ? അതിനു പകരം താങ്കൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു വശത്ത് മോഡി സ്തുതിയായി നടക്കുന്നു, മറുവശത്ത് താങ്കൾ കേരള രാഷ്ട്രീയത്തിൽ വരുന്നില്ല, അതുമായൊന്നും ബന്ധിപ്പിക്കുന്നുമില്ല. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് താങ്കൾ മുഖ്യമന്ത്രി ആവുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു, അതല്ലെങ്കിൽ കേന്ദ്രത്തിൽ ആലോചിക്കുന്നു. ചുരുക്കത്തിൽ താങ്കൾ ഒരു സ്ഥലജല ഭ്രമം ബാധിച്ചതുപോലെ ആണോ എന്നൊരു തോന്നലും കൂടി ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അത് പാടില്ല. താങ്കൾ കേരള രാഷ്ട്രീയത്തിലാണ് മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ താങ്കൾ അതിനനുസരിച്ചുള്ള ഒരു സംവിധാനം കേന്ദ്രത്തിൽ നിന്ന് ചെയ്യുക. അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് 15 മുഖ്യമന്ത്രിമാരെന്ന് പറഞ്ഞ് തമ്മിലടിക്കുമ്പോൾ ഇതിൻ്റെ ഗുണഫലം കിട്ടുന്നത് മറ്റ് പാർട്ടിക്കായിരിക്കും. ചിലപ്പോൾ LDF മുന്നണി മൂന്നാമത് വരികയാണെങ്കിൽ മറ്റാർക്കും അതിൽ ഉത്തരവാദിത്വമില്ല. നിങ്ങൾ 4-5 നേതാക്കളായിരിക്കും അതിൻ്റെ പ്രധാന പ്രതികൾ എന്നുള്ള കാര്യം ഇപ്പോഴേ മുൻകൂട്ടി അറിഞ്ഞുകൊള്ളുക.